കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം എസ് ശിവകുമാർ. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യൻ ലോകസഭയിലെ ഏകദിന ഉപവാസമാണ് ഇവിടെ 9 മണിക്ക് തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായ ശ്രീ VS ശിവകുമാറാണ്. ഈ ഉപവാസ സമരത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ P. രാജേന്ദ്ര പ്രസാദ് അവറുകളാണ്. ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് കടന്നു വന്ന് ഉപവാസ സമരം വിജയിപ്പിക്കുവാൻ വേണ്ടി സഹകരിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സഹന സമരത്തിൻ്റെ മുന്നോടിയായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഏകദിന ഉപവാസമാണ് ഇന്ന് രാവിലെ 9 മണിക്ക് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാറാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഈ ഉപവാസ സമരത്തിൻ്റെ സമാപന സമ്മേളനം UDFിൻ്റെ കൺവീനറും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനുമായ ശ്രീ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. ഏകദിന ഉപവാസ സമരം വിജയിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കന്മാരും പൂർണ്ണസമയം ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരെ, കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രോടൈം സ്പീക്കർ സ്ഥാനം നിഷേധിച്ച ശ്രീ കൊടിക്കുന്ന് സുരേഷിന് പ്രോടൈം സ്പീക്കർ സ്ഥാനം നിഷേധിച്ച BJPയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഏകദിന ഉപവാസ സമരത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ഇന്ത്യ മുന്നണി ജയിച്ചു എന്നാണ് ഞങ്ങളുടെ മറുപടി. സാങ്കേതികമായി മോഡി അധികാരത്തിൽ വന്നു എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, മുന്നണി എന്നുള്ള നിലയിൽ നമ്മൾ അംഗീകരിക്കുകയാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. പക്ഷേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. വോട്ടെണ്ണുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ നടത്തിച്ച എക്സിറ്റ് പോളുകളുണ്ട്. എന്താണ് അതിൽ പറഞ്ഞത്? എല്ലാ മാധ്യമങ്ങളും, ഞങ്ങൾക്ക് ഖേദമുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വമുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഭരണകക്ഷിക്ക് വഴങ്ങി BJPയുടെ ഭീഷണിയുടെ മുന്നിൽ മുട്ടുവിറച്ചുകൊണ്ട് ഈ NDA മുന്നണിക്ക് BJPക്ക് 400 സീറ്റ്, 350 സീറ്റ്, 300 സീറ്റ് എന്ന് പ്രഖ്യാപിച്ച നാണം കെട്ട സമീപനം നമ്മൾ കണ്ടതാണ്. അന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞു, ഈ എക്സിറ്റ് പോളിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ എക്സിറ്റ് പോളിന് വിപരീതമായ ഫലം 4-ാം തീയതി ഉണ്ടാകാൻ പോകുന്നു. ഇന്ത്യയിലെ ജനങ്ങളാണ് വിധികർത്താക്കൾ. അവരാണ് നിശ്ചയിക്കുന്നത് ആര് MP ആകണമെന്ന്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളിന് ഉണ്ടാകാൻ പോകുന്നു. ഇന്ത്യൻ ജനത, കോൺഗ്രസ് പഠിപ്പിച്ച ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. കോൺഗ്രസ് പഠിപ്പിച്ച ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്. കോൺഗ്രസ് മുന്നോട്ട് വെച്ച മതേതരത്വമാണ് ഇന്ത്യയിലുള്ളത്. സംസ്കാര സമ്പന്നരായ ഇന്ത്യൻ ജനത നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു.
പ്രപ്പോസ് ചെയ്ത് എഴുതി കൊടുത്തതാ. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം 18ാം ലോക്സഭയിൽ നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമായി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം പ്രോട്ടം സ്പീക്കറായി ചുമതല ഏറ്റെടുത്തു എങ്കിൽ അത് മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അത് മാറുമായിരുന്നു. പക്ഷെ അതിനെ അട്ടിമറിക്കുകയാണ് BJP ഗവൺമെന്റ് ചെയ്തത്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തത്. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, താഴെ തലത്തിൽ നിന്നും ഒരു ദളിത് വിഭാഗത്തിൽ നിന്നും വളർന്നു വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിച്ച് ദളിത് വിഭാഗത്തിന്, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഇന്ത്യയിലെ ദളിത് വിഭാഗത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലോക്സഭാ അംഗമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് നമുക്കെല്ലാവർക്കും. UPA ഗവൺമെന്റിൽ കേന്ദ്രമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ 17ാം ലോക്സഭയിൽ അവിടെ സ്പീക്കർമാരുടെ പാനലിൽ സഭയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സീനിയറായ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ നിയമിച്ചപ്പോൾ ഏറ്റവും ഫലപ്രദമായി ലോക്സഭാ അധ്യക്ഷ സ്ഥാനത്തിരിക്കുവാൻ, പാർലമെന്റിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് മാതൃകയായി പ്രവർത്തിച്ചത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സീനിയറായിട്ടുള്ള MP എന്നുള്ള രീതിയിൽ, കേന്ദ്രമന്ത്രിയായ ഒരു MP മന്ത്രിയായിരുന്നു എന്നുള്ള രീതിയിൽ, ലോക്സഭ പല പ്രാവശ്യം നിയന്ത്രിച്ചിരുന്നു എന്നുള്ള രീതിയിൽ ഏറ്റവും സീനിയറായിട്ടുള്ള MP ആണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇവർ അവഗണിച്ചു? ഈ രാജ്യത്തെ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുകയാണ് BJP ഗവൺമെന്റ്. അതിനെ വെല്ലുവിളിക്കുകയാണ് BJP ഗവൺമെന്റ്. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടാണോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് ഒരു ദളിത് വിഭാഗത്തിൽ ജനിച്ചതുകൊണ്ടാണോ പാർലമെന്റിൽ MP-മാർക്ക് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കുവാൻ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാതിരുന്നത്? ഞങ്ങൾ സമ്മതിക്കില്ല, മതേതര സങ്കല്പങ്ങളെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ BJP-യുടെയും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായി നമുക്ക് മുന്നോട്ട്